പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നപ്പാ. പിതാവേ, ഞങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ ദിവസം അവിടങ്ങളിൽ കാത്തു പരിപാലിച്ച കൃപയെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി പറയുന്നു. അപ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ദിവസം തരികയും അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ചിരിക്കുകയും ചെയ്യുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഈ 3 മണി സമയം വരെ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ആയിരിക്കുന്ന അവസ്ഥകളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും എൻ്റെ ഈശോയുടെ സംരക്ഷണവും കൂടെ ഇരിക്കുന്നതിനായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. കരുണയുടെ ഉറവിടമേ, ഞങ്ങളുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേലും എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ ആവശ്യങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഇന്ന് തിരുവചനം വായിക്കുവാൻ എടുത്തത് മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. അതിപ്രകാരമാണ്: ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു: ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. അതേ കർത്താവേ, ദൂരെ നിന്ന് വന്നവർക്കും വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും ജീവൻ്റെ നദിയിൽ നിന്നും കുടിക്കാൻ കൊടുക്കുന്നതും വിശപ്പ് മാറ്റുന്നവനുമായ എൻ്റെ ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും മക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവേ, വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും ഭവനമില്ലാത്തവർക്കും ആരോഗ്യമില്ലാത്തവരെ രോഗികളെ എല്ലാവരെയും ഈ കരുണയുടെ സമയം അപ്പൻ്റെ പക്കൽ തരുന്നു. കർത്താവായ ഈശോയെ, നാഥാ, എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. എളിയ മക്കളെ സഹായിപ്പാൻ തക്കവിധം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, എപ്പോഴും ഞങ്ങൾ ഈശോയെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തരുന്ന കൃപയെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈശോപ്പാ, ഞങ്ങളെ സംരക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ സമയം കർത്താവായ യേശുവേ, ഇന്നേക്ക് സ്കൂളുകൾ തുറക്കുന്ന സമയം എല്ലാ മക്കളെയും അവിടുത്തെ പൊൻകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ മക്കളാക്കി ഓരോ മക്കളെയും വളർത്തി സ്വർഗത്തിലെ ജ്ഞാനവും കൃപയും കൊടുത്ത് ഓരോ മക്കളെയും വളർത്തുമാറാകണമേ. കർത്താവായ യേശുവേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. സകലത യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം.